വീടില്ലാത്തവന്റെ സ്വപ്നങ്ങൾക്ക് കാരുണ്യം കൊണ്ട് നിറങ്ങൾ പകർന്ന് പ്രവാസി കൂട്ടായ്മയായ KMCCയുടെ ബൈത്തുർ റഹ്മ പദ്ധതിയിലെ ആദ്യ വീടിന്റെ നിർമ്മാണം ബദിയടുക്ക പഞ്ചായത്തിലെ മൂക്കമ്പാറയിൽ പൂർത്തിയായി. മരുഭൂമിയിൽ നിന്നുള്ള അധ്വാനത്തിന്റെ ഒരു വിഹിതം നാട്ടിലെ കഷ്ടപ്പെടുന്നവർക്ക് കൂടി അർഹതപ്പെട്ടതാണെന്ന തിരിച്ചറിവിലൂടെ ഇതിനോടകം തന്നെ ശ്രദ്ധേയമായ KMCCയുടെ ദുബായ് കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലുമായി സ്നേഹഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണ് ബൈത്തുർ റഹ്മ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഏറെ മാനസിക വൈകല്യങ്ങളുള്ള കെഴഞ്ചിയിലെ മൊയ്തീൻ കുഞ്ഞിക്കാണ് ഈ പദ്ധതി പ്രകാരമുള്ള ആദ്യത്തെ വീട് KMCC നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ റമദാനിലായിരുന്നു മൂക്കമ്പാറയിലെ 4 സെന്റ് സ്ഥലത്ത് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 4,25,000 രൂപ ചെലവായി കഴിഞ്ഞു. വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാനുള്ള നടപടികളും പൂർത്തിയായിരിക്കുന്നു. 650 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് 2 കിടപ്പുമുറികളും സ്വീകരണ മുറി, അടുക്കള എന്നിവയും ഉൾപ്പെടുന്നതാണ്. ബൈത്തുർ റഹ്മ പദ്ധതി പ്രകാരമുള്ള രണ്ടാമത്തെ വീടിന്റെ നിർമ്മാണം ചെങ്കള പഞ്ചായത്തിലെ കെട്ടുങ്കലിൽ അവസാന ഘട്ടത്തിലാണ്. മുസ്ലിം ലീഗ് ഭാരവാഹിയായ കുദ്രോളി ഉമ്പുച്ച നൽകിയ 5 സെന്റ് സ്ഥലത്ത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് 800 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വികലാംഗനായ ചെങ്കളയിലെ റഫീഖിന്റെ ഏറെ നാളായുള്ള സ്വപ്നങ്ങൾ കൂടിയാണ് KMCCയിലൂടെ പൂർത്തിയായിരിക്കുന്നത്. 7 ലക്ഷം രൂപ ഇതിനോടകം ചെലവായി കഴിഞ്ഞു. അവസാനഘട്ട മിനുക്കുപണികൾ കൂടി പൂർത്തിയായി 2 മാസത്തിനകം വീട് കൈമാറാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് KMCC ഭാരവാഹികൾ. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ പദ്ധതിയായിരുന്നു മഹാനായ മർഹൂം പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരുള്ള ബൈത്തുൽ റഹ്മ എന്ന പദ്ധതി. അത് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റി അടങ്ങുന്ന 8 വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ഈ വീട് മൊയ്തീൻ കുഞ്ഞി എന്ന വ്യക്തികളെയാണ് പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുത്തിട്ടുള്ളത്. അവർക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത് വരുന്ന ദിവസത്തിൽ തന്നെ വ്യക്തിത്വങ്ങളെ നിലനിർത്തിക്കൊണ്ട് നല്ല നിലയിൽ നൽകുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും അവിടെയും ഒരു വീടിന്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഘട്ടഘട്ടമായി അടുത്ത് തന്നെ മറ്റുള്ള പഞ്ചായത്ത് കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട് അവിടെയും ഞങ്ങൾ വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ദുബായ് കാസർഗോഡ് മണ്ഡലം KMCCയുടെ കീഴിൽ 3 പഞ്ചായത്ത് ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്ന് ബദിയടുക്ക പഞ്ചായത്തും മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തും അതുപോലെ തന്നെ ചെങ്കള പഞ്ചായത്തും. ഇവരൊക്കെ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ ബൈത്തുൽ റഹ്മാൻ വീടിൻ്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ മുമ്പ് റംസാനിലൊക്കെ കാസർഗോഡ് KMCC മണ്ഡലം 8 ഓട്ടോറിക്ഷകൾ കൊടുത്തിരുന്നു. അതുകൂടാതെ തന്നെ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ പുതിയ റിലീഫ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. KMCC ഫണ്ടിന് പുറമെ മുസ്ലിം ലീഗ് സമാഹരിച്ച ഫണ്ട് കൂടി വീട് നിർമ്മാണത്തിനായി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. നാട്ടിലെ പ്രവാസികളുടെ കൂട്ടായ്മയായ പ്രവാസി ലീഗ് ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റി ബംബ്രാണിയിലെ ബി ഫാത്തിമ എന്ന വിധവയ്ക്ക് നിർമ്മിച്ചു നൽകിയ വീട് കഴിഞ്ഞ മാസം കൈമാറിയിരുന്നു. ചെങ്കള പഞ്ചായത്തിൽ തന്നെ ബൈത്തുർ റഹ്മയ്ക്ക് കീഴിൽ 2 വീടുകൾ കൂടി ഒരു വർഷത്തിനകം നിർമ്മിച്ചു നൽകാനും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. KMCC മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ 3ാമത്തെ വീടിന് മൊഗ്രാൽപുത്തൂരിൽ തറ ഒരുങ്ങിക്കഴിഞ്ഞു. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ പ്രഖ്യാപിക്കപ്പെട്ട 8 വീടുകളും പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് KMCC ഭാരവാഹികൾ. പേരിലൊരു വീട് എന്നതിനപ്പുറം ഒരു ശരാശരി കുടുംബത്തിന് സൗകര്യങ്ങളോടുകൂടിയ വീട് നിർമ്മിച്ചു നൽകുന്നതിലൂടെ KMCC ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് സമാനതകളില്ല. ഏറ്റവും അർഹരായവർക്ക് നൽകുന്നതുകൊണ്ടാണ് ആഡംബരങ്ങൾ ഒട്ടുമില്ലാതിരുന്നിട്ടും വീട് ലഭിച്ചവർക്ക് അതൊരു കൊട്ടാരമാകുന്നത്. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പ്രവാസത്തിന്റെ നൊമ്പരങ്ങൾക്കിടയിലും കാരുണ്യത്തിന്റെ ഉറവറ്റാത്ത മനസ്സുമായി KMCC കൈചേർത്ത് പിടിക്കുമ്പോൾ അത് നാട്ടിലെ പല കുടുംബങ്ങൾക്കും വെയിലും മഴയുമേൽക്കാത്ത തണലാവുകയാണ്. ബൈത്തുർ റഹ്മ പദ്ധതിക്ക് പുറമെ തൊഴിൽ രഹിതർക്ക് 8 ഓട്ടോറിക്ഷ, 100 തയ്യൽ മെഷീൻ, എൻഡോസൾഫാൻ മേഖലയിലെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ തുടങ്ങിയ മാതൃകാപരമായ പദ്ധതികളും KMCC ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രസിഡന്റ് മഹമ്മൂദ് കുളങ്ങര, ജനറൽ സെക്രട്ടറി സലാം കന്യപ്പാടി, ട്രഷറർ ഫൈസൽ പട്ടേൽ, റിലീഫ് കമ്മിറ്റി ചെയർമാൻ ഗഫൂർ എരിയാൽ തുടങ്ങിയവരാണ് KMCC ദുബായ് കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വിദൂര നാടുകളിൽ നിന്നുള്ള അധ്വാനത്തിന്റെ ഒരു വിഹിതം നാട്ടിലെ കഷ്ടപ്പെടുന്നവരുടെ സ്വപ്നങ്ങൾക്ക് മേൽക്കൂര ഒരുക്കുന്നതിലൂടെ KMCCയുടെ ബൈത്തുർ റഹ്മ സമാനതകളില്ലാത്ത കാരുണ്യത്തിന്റെ മാതൃകയാവുകയാണ്. ഓരോ പഞ്ചായത്തിലും ഒരു വീട് എന്ന സ്വപ്നവുമായാണ് KMCC ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഗണേഷ് പക്കിയോടൊപ്പം ഖയ്യൂം മാന്യ, KCN ന്യൂസ്.